അതെ ഷേർലി വിഷമിക്കണ്ട. ഞാനും തങ്കം വന്നിട്ട് ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു ദിവസം അങ്ങോട്ട് വരാം. വന്നിട്ട് ഞാനൊന്ന് ഉപദേശിക്കാം. ഈ പഞ്ചായത്തിലേക്ക് ഇതുപോലുള്ള ഒരുപാട് കേസ് വരുമ്പോൾ ഞാൻ തന്നെയാണ് ഉപദേശിച്ചത്. ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരാളുടെ ഒരു വാക്ക് മതി ഒരാൾ മാറി വരാനും നന്നാവാനൊക്കെ. വിഷമിക്കല്ലേ, എല്ലാം ശരിയാകുന്നേ. എൻ്റെ അളിയനും ഭാര്യ. ഇതാ അളിയനാ. കനകനല്ലയോ? തങ്കം പറഞ്ഞ എനിക്കറിയാം. KCB-ലല്ലയോ ജോലി? അതെ അതെ. ഷേർലി പറഞ്ഞു. ഇല്ല, ഷേർലി ഒരു ആവശ്യം ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിട്ട് വന്നതാ. അതെ, എന്റെ കെട്ടിയവന്റെ കാര്യം പറയാൻ വന്നതാ. എന്തൊരു വിളിക്ക്? ഒന്നുമില്ല, ചെറിയ 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 പ്രശ്നങ്ങളാണ്. പുള്ളി സത്യം പറയാമല്ലോ, ഒരു ജോലിക്കും പോവില്ല, 10 പൈസ വരുമാനമില്ല, എല്ലാം ഞാൻ തന്നെ നോക്കണം. അതൊക്കെ പോട്ടെന്ന് വെക്കാം. എല്ലാ നാട്ടുകാരുടെയും കണ്ണി കണ്ട നാട്ടുകാരുടെയും നിന്നൊക്കെ കയറി കടം വാങ്ങും. അതിന് സമാധാനം പറയാനും ഞാൻ തന്നെ പോകണം. ആകെ മടുത്ത്. ക്ലീറ്റസ് ചേട്ടനെ കൊണ്ട് ഒന്ന് ഉപദേശിപ്പിക്കാമല്ലോ എന്ന് കരുതി രാവിലെ ഇറങ്ങി പുറപ്പെട്ടതാണ്. കൊണ്ട് എന്നാലെങ്കിലും ആ മനുഷ്യനൊന്ന് നന്നായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നന്നാവും. ഞാനെന്തായാലും ഓഫീസിൽ പോകാനുള്ള സമയമാണ് എനിക്ക്. അത് തരുമോ ചായ എന്തെങ്കിലും? അയ്യോ വേണ്ട, ഞാൻ ഓഫീസിൽ ലേറ്റ് പറഞ്ഞിട്ടാ ഞാൻ വന്നത്. എനിക്ക് വേഗം എത്തണം. കളക്ടറേറ്റിലേക്ക് പോകുന്ന വഴിയല്ലയോ കനകന്റെ ഓഫീസ്? അപ്പൊ ഞാനും കൂടെ വരട്ടെ? എനിക്കൊരു കൂട്ടാവുമല്ലോ. പിന്നെ ഞാൻ വരാം. ഞാനേ ബസ് സ്റ്റോപ്പ് വരെ വിടാന്ന് വെച്ചിട്ട് അങ്ങനെ നിൽക്കുവായിരുന്നു. ഞാൻ ഇപ്പൊ കനകന്റെ കൂടെ പോവാം. നന്നായി. അപ്പൊ ജമന്തി പോട്ടെ. ശരി. കേട്ടാ, ഒരു കാര്യം പറയാൻ. അതേട്ടോ, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഉച്ചക്ക് മീൻ മേടിക്കാനുള്ള പൈസ എന്റെ തന്നില്ല. ഉച്ചക്ക് ഊണ് കഴിക്കാൻ കുറച്ച് നേരത്തെ വരണേ. അതല്ല ഏട്ടാ, വൈകിട്ട് വരാൻ നേരത്തെ നമുക്കൊന്ന് മാർക്കറ്റിൽ പോകണം. ഇവിടെ എണ്ണയും മുളകും ഉപ്പും ഒക്കെ തീർന്നിരിക്കുക. പിന്നെ പാലിന്റെ പൈസ കൊടുത്തിട്ടില്ല, പത്രത്തിന്റെ പൈസ കൊടുത്താ. പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ട്, ഞാൻ എല്ലാം മറന്നുപോയി. എനിക്ക് ഏട്ടനല്ലേ ഉള്ളു. ഷേർലി പൊയ്ക്കോളൂ, ഞാൻ കുറച്ച് ലേറ്റ് ആവും. ശരി. Alien versus Alien.